ഗായ്സ്, അപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ പെൻ അസൈൻമെൻറ്റിൻ്റെ എക്സാമ്പിൾ കാണിക്കുന്നത് നമ്മുടെ HVAC-യുടെ ടെൻഡർ ഡ്രോയിങ്ങിലാണ്. HVAC-യുടെ എല്ലാ ഡ്രോയിങ്ങും സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യം സപ്ലയർ ഡക്റ്റും പിന്നെ അതുപോലെ തെർമൽ ഇൻസുലേഷനുമാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകണം. സപ്ലയർ ഡക്റ്റിൻ്റെ കളർ നമ്പർ 70 ആണ്, ഗ്രീൻ കളറായിരിക്കും. അതുപോലെ തെർമൽ ഇൻസുലേഷൻ കളർ നമ്പർ 160 ആയിരിക്കും. സപ്ലയർ ഡക്റ്റിൻ്റെ ലൈൻ ടൈപ്പ് കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. അതേസമയം തെർമൽ ഇൻസുലേഷൻ്റെ ലൈൻ ടൈപ്പ് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. നമ്മളപ്പോൾ മോഡൽ സെക്ഷനിൽ വന്നു. മോഡൽ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സപ്ലയർ ഡക്റ്റിന് കളർ നമ്പർ 70 കണ്ടിന്യൂസ് ലൈനാണ്. ഇതാണ് തെർമൽ ഇൻസുലേഷൻ. തെർമൽ ഇൻസുലേഷന് കളർ നമ്പർ 170 ആണ്, ഡോട്ടഡ് ലൈനും ആയിരിക്കും. അതേസമയം നമ്മൾ ലേ ഔട്ടിൽ പോവുകയാണ്. ഇനി നേരെ ലേ ഔട്ടിൽ പോകുമ്പോഴത്തേക്ക് കാണാം നമ്മുടെ SAD സപ്ലയർ ഡക്റ്റ് 70 കളർ നമ്പർ 70 ഗ്രീൻ കളറുമാണ്. ഇത് തെർമൽ ഇൻസുലേഷൻ കളർ നമ്പർ 170 ആയിരിക്കും. അത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. ഇത് ലേ ഔട്ട് സെക്ഷനിൽ വരുന്നതുകൊണ്ടാണ് ഡോട്ടഡ് ലൈനിടയ്ക്ക് ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം. അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ മോഡൽ സെക്ഷനിലോട്ട് പോകണം. മോഡൽ സെക്ഷനിലോട്ട് പോയതിന് ശേഷം തെർമൽ ഇൻസുലേഷൻ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് സിമിലർ ഓപ്ഷൻ കൊടുക്കുക. സെലക്ട് സിമിലർ ആകുമ്പോൾ അതെല്ലാം ഡോട്ടഡ് ലൈൻസിനെ എല്ലാം സെലക്ട് ചെയ്യും. ഇവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക, സെലക്ട് സിമിലർ കൊടുക്കുക. ഇപ്പോൾ എല്ലാം സെലക്റ്റായി. ഇനി ഇവിടെ പോയിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ജനറലിൻ്റെ അകത്ത് ലൈൻ ടൈപ്പ് സ്കെയിൽ 2-ന് പകരം 0.5 അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തിരി കൂടെ സ്പേസിങ് കുറയും. ഓക്കെ, അത് നമുക്കിവിടെ അത് നമുക്ക് വിസിബിൾ ആവണമെങ്കിൽ നേരെ നമ്മൾ A1 ഷീറ്റിലോട്ട് പോകണം. അപ്പം കാണാം ആ സ്പേസിങ് ഇത്തിരി കൂടെ കുറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഡോട്ടഡ് ലൈൻ തന്നെയാണ്, അതിൻ്റെ സ്പേസിങ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മോഡൽ സെക്ഷനിലും അല്ല ലേ ഔട്ട് സെക്ഷനിലും അല്ല, പ്രിൻ്റ് സെക്ഷനിലാണ് നമുക്കിനി ഇതിൻ്റെയൊക്കെ കളർ വ്യത്യാസപ്പെടുത്തേണ്ടത്. അതായത് എനിക്കിപ്പോൾ SAD സപ്ലയർ ഡക്റ്റിൻ്റെ കളറ് മാറ്റണം, കണ്ടിന്യൂസ് ലൈന് മാറ്റണം, പിന്നെ അതുപോലെ നേരെ തിരിച്ചാക്കണം. ഈ തെർമൽ ഇൻസുലേഷൻ്റെ കളർ നമ്പർ 160 ഈ ബ്ലൂ കളർ മാറ്റിയിട്ട് വേറെ കളർ കൊടുക്കണം. ഡോട്ടഡ് ലൈന് മാറ്റിയിട്ട് അത് വ്യത്യാസപ്പെടുത്തണം. പിന്നെ അതിൻ്റെ തിക്നെസ്സും സ്പേസിങ് ഒക്കെ വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വ്യത്യാസപ്പെടുത്തുക മാത്രമല്ല, അതെനിക്ക് ഇവിടെ അല്ല വിസിബിൾ ആവേണ്ട, കാണേണ്ടത് എനിക്ക് പ്രിൻ്റ് ഔട്ട് ആയിട്ട് കിട്ടണ സമയത്താണ്. അതിനാണ് നമ്മൾ പെൻ അസൈൻമെൻറ്റ് ഉപയോഗിക്കണം. അതിന് ഫസ്റ്റ് Ctrl+P പ്രസ് ചെയ്യുക, എന്നിട്ട് ഇത് കൊടുക്കുക, കണ്ടിന്യൂ ടു പ്ലോട്ട് എ സിംഗിൾ ഷീറ്റ്. അവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടി കാണിക്കുന്ന പെൻ അസൈൻമെൻറ്റ്. പ്ലോട്ട് സ്റ്റൈൽ ടേബിൾ പെൻ അസൈൻമെൻറ്റിൽ പോയിട്ട് നണ്ണായിരിക്കും ആദ്യം കൊടുക്കുന്നത്, അത് മാറ്റിയിട്ട് acad.ctb കൊടുക്കണം. acad.ctb കൊടുത്തതിന് ശേഷം ഇവിടെ വരിക. ഇവിടെ വരുമ്പോൾ നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അവിടെയാണ് പെൻ അസൈൻമെൻറ്റിലെ മെയിൻ എഡിറ്റിംഗ് പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്നത്. എഡിറ്റ് ഡിസ്പ്ലേ ദ പ്ലോട്ട് സ്റ്റൈൽ ടേബിൾ എഡിറ്റർ ഇൻ വിച്ച് യു ക്യാൻ വ്യൂ ഓർ മോഡിഫൈ പ്ലോട്ട് സ്റ്റൈൽസ് ഫോർ ദ കറൻ്റ്ലി അസൈൻഡ് പ്ലോട്ട് സ്റ്റൈൽ ടേബിൾസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ SAD സപ്ലയർ ഡക്റ്റിന് കൊടുത്തിരിക്കുന്ന കളർ ഇതാണ്, അല്ല കളർ നമ്പർ 70 ആണ്. കളർ നമ്പർ 70 സെലക്ട് ചെയ്യുക, പോയിട്ട് കളർ നമ്പർ 70 സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ചെയ്യുന്നത് എവിടെയാണെന്ന് കണ്ടല്ല, പ്ലോട്ട് സ്റ്റൈൽ ടേബിൾ എഡിറ്റർ acad.ctb-ക്കകത്താണ് കളർ നമ്പർ 70 നമ്മുടെ സപ്ലയർ ഡക്റ്റിൻ്റെ കളർ നമ്പർ 70 സെലക്ട് ചെയ്ത് ഇനി ഇതിൻ്റെ എല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം അത് വിസിബിൾ ആവണ നമ്മുടെ പ്രിൻ്റ് ഔട്ടിലായിരിക്കും. അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, താങ്ക് യു.